അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് നിർത്തിയ ബാക്കി ഭാഗത്തിന്റെ 3rd പാരഗ്രാഫിലേക്കാണ് കിടക്കുന്നത്. നമുക്കറിയായിരുന്നു എമർജൻസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ആന്ത്രോപോളജി. അതിന്റെ 3rd പാരഗ്രാഫാണ് ഇനി പറയുന്നത്. എമർജൻസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ആന്ത്രോപോളജി. എമർജൻസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ആന്ത്രോപോളജി. ഇതിന്റെ 3rd പാരഗ്രാഫാണ് പറയുന്നത്. ശ്രദ്ധിച്ചോളൂ. 18th century AD, after the experience and influence of the Renaissance in Europe, there were many eminent philosophers who have made immense contribution to the understanding of society, including Rousseau, Vico, Baron de Montesquieu, and John Locke dealt with the social phenomena of the time. 18th സെഞ്ചുറിയില് 18ാം നൂറ്റാണ്ടില് 18th century AD, after the experience and influence of the Renaissance in Europe, യൂറോപ്പിലെ നവോത്ഥാനത്തിന് ശേഷം 18ാം നൂറ്റാണ്ടിലെ യൂറോപ്പിലെ നവോത്ഥാനത്തിന് ശേഷം there are eminent philosophers, ഒരുപാട് ഫിലോസഫേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായി. ഇപ്പൊ 18ാം നൂറ്റാണ്ടിലെ യൂറോപ്പിലെ റിനൈസൻസിന് ശേഷം, റിനൈസൻസ് മീൻസ് നവോത്ഥാനം. അപ്പൊ യൂറോപ്പിൽ നടന്ന നവോത്ഥാനത്തിന്റെ ഫലമായിട്ട് ഒരുപാട് ഫിലോസഫേഴ്സ് ഉണ്ടായി എന്നാണ് പറയുന്നത്. ആരൊക്കെയാണ്? റൂസോ, വീക്കോ, ബാരോൺ ഡി മൊണ്ടസ്ക്യൂ ആൻഡ് ജോൺ ലോക്ക്. ഡീൽറ്റ് വിത്ത് ദ സോഷ്യൽ ഫിനോമിന ഓഫ് ദ ടൈം. ഇവരൊക്കെ എന്തിനാ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്? സോഷ്യൽ ഫിനോമിന, സാമൂഹിക പ്രതിഭാസം. അപ്പൊ ഇവരൊക്കെ സാമൂഹിക പ്രതിഭാസത്തിന് വേണ്ടി ഊന്നൽ നൽകുന്നവരായിരുന്നു. ആരൊക്കെ? ഈ യൂറോപ്പിലെ നവോത്ഥാനത്തിന് ശേഷം രൂപം കൊണ്ട ഒരുപാട് സോഷ്യോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ആന്ത്രോപോളജിസ്റ്റുകൾ. ഇവരൊക്കെ ആന്ത്രോപോളജിയുടെ രൂപീകരണത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. റൂസോയും വീക്കോയും ബാരോൺ ഡി മൊണ്ടസ്ക്യൂയും ജോൺ ലോക്ക് തുടങ്ങിയ ആളുകൾ. These earlier workers certainly laid the philosophical foundation for the development of the sciences and science of human society, including anthropology. ഈ earlier workers ന്റെ ഫിലോസഫികൾ, the earlier workers certainly laid the philosophical foundation. ഈ വർക്കേഴ്സ് ഒക്കെ എന്തിന് രൂപം കൊടുത്തു? ഫിലോസഫിക്കൽ ഫൗണ്ടേഷന് രൂപം കൊടുക്കുകയും അതിന്റെ ഭാഗമായി സയൻസും ഹ്യൂമൻ സയൻസും വളരുകയും അത് ഏതിലേക്ക് ഇൻക്ലൂഡ് ആവുകയും ചെയ്തു? ആന്ത്രോപോളജിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യപ്പെടുകയും ചെയ്തു. The earlier workers certainly led the philosophical foundation. The earlier workers എന്ത് രൂപീകൃതമാക്കി? ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ്, അത് എന്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി? സയൻസ് ആൻഡ് സയൻസ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി ഇൻക്ലൂഡിങ് ആന്ത്രോപോളജി. അതേപോലെ തന്നെ സയൻസ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റിയുടെ വികാസത്തിനും അതിലൂടെ ആന്ത്രോപോളജിയുടെ വളർച്ചയ്ക്കും അത് കാരണമായി തീർന്നു. ഫസ്റ്റ് ഫേസ്. അതുകൊണ്ട് തന്നെ 3rd പാരഗ്രാഫിൽ നമ്മൾ ഫസ്റ്റ് ഫേസ് ആണ് പറയുന്നത്. ആദ്യത്തെ മുഖപുര അഥവാ ദ ഫസ്റ്റ് ഫേസ് എന്നാ തുടങ്ങുന്നത്? 1725 to 1814, 1725 തൊട്ട് 1840 വരെയുള്ള കാലഘട്ടമാണ് ഫസ്റ്റ് ഫേസ്. Philosophers scientists succeeded in separating the study of man, society and civilization from history and thereby formulate general social science. അപ്പൊ 1725 തൊട്ട് 1840 വരെയുള്ള കാലഘട്ടത്തെ ഫസ്റ്റ് ഫേസ് എന്നാ പറയാ. അവിടെ ഫിലോസഫർ സയന്റിസ്റ്റ്, ഒരുപാട് ഫിലോസഫർ സയന്റിസ്റ്റുകളുടെ പ്രവർത്തനപരമായിട്ട് എന്ത് ഫോർമുലേറ്റ് ചെയ്യാൻ സാധിച്ചു? ജനറൽ സോഷ്യൽ സയൻസ്, ഒരു പൊതുവായിട്ടുള്ള സാമൂഹിക ശാസ്ത്രത്തിന് രൂപം കൊടുക്കാൻ കഴിഞ്ഞു. ഹവർ, ഹോബി, ഒരു ഹോബി എന്നല്ല ഹോബൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഹോബലിന്റെ തിയറിയിലേക്ക് പോകാം. ഇവിടെ എന്താ പറയുന്നത്? ഹോബൽ 1958, ഹോബല് 1958 is of the view that anthropology stems primarily from natural science and carries greater measure of the natural science tradition.
പ്രകൃതി ശാസ്ത്രപരമായിട്ടുള്ള ട്രഡീഷൻ ഊന്നൽ കൊടുത്തു ആന്ത്രോപോളജിയിലൂടെ ആര്? ഹോബൽ. 1958 ഒരു നാച്ചുറൽ സയൻസ് ട്രഡീഷനിലൂടെ ആന്ത്രോപോളജിക്ക് രൂപം കൊടുത്തു ആര്? ഹോബൽ. എന്ന് 1958 1958 1958 ഹോബല് ആന്ത്രോപോളജിയിലൂടെ ഏതിന് രൂപം കൊടുത്തു എന്നാ പറയുന്നത്? ഒരു നാച്ചുറൽ സയൻസ് ട്രഡീഷന് രൂപം കൊടുത്തു. ഓൺ ദ അതർ ഹാൻഡ് മാർവിൻ ഹാരിസ്. അപ്പൊ ആന്ത്രോപോളജിക്ക് നേതൃത്വം കൊടുത്ത ഓരോ ആന്ത്രോപോളജിസ്റ്റുകളുടെ പേരാണ്. അടുത്തതാണ് മാർവിൻ ഹാരിസ്. 1979 opines that anthropology begins of the anthropology are such that E. Evans Pritchard even in the mid-20th century Evans Pritchard nato E. Evans Pritchard century had to grapple with the situation in British anthropology. അപ്പോ on the other hand മാർവിൻ ഹാരിസ് 1979 മാർവിൻ ഹാരിസും opined that ആന്ത്രോപോളജിയിൽ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ E. ഇവാൻസ് പ്രിച്ചാർഡ് ഇവാൻസ് പ്രിച്ചാർഡ് മാർവിൻ ഹാരിസിന് ശേഷം 20ാം നൂറ്റാണ്ടിൽ ഇവാൻസ് പ്രിച്ചാർഡും അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ആന്ത്രോപോളജിയാണ്. അദ്ദേഹം ആന്ത്രോപോളജിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ പിന്നീട് പറ അപ്പൊ ആരൊക്കെയാണ്? 1979 മാർവിൻ ഹാരിസും E. ഇവാൻ പ്രിച്ചാർഡും ആന്ത്രോപോളജി എന്ന സബ്ജക്റ്റിന് വേണ്ടി ബ്രിട്ടീഷ് ആന്ത്രോപോളജിക്ക് വേണ്ടി ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. Anthropology was developed in an attempt to explain human diversity and variation. Anthropology also developed in an attempt to explain human diversity. Diversity എന്താണ്? വൈവിധ്യം. മനുഷ്യന്റെ വൈവിധ്യത്തെയും വേരിയേഷനെയും ആന്ത്രോപോളജി ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ ഇവര് ഈ സോഷ്യോളജിസ്റ്റുകളുടെ അഭിപ്രായമാണ് ഇവിടെ പറയണത്. ആന്ത്രോപോളജി ആൾസോ ഡെവലപ്ഡ്. ആന്ത്രോപോളജി ഡെവലപ്പ് ചെയ്യുന്നു എന്ത്? അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ ഹ്യൂമൻ ഡൈവേഴ്സിറ്റി. മനുഷ്യ വൈവിധ്യത്തെയും വേരിയേഷനെയും ആന്ത്രോപോളജി എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് വാസ് ഇനീഷ്യലി ആൾസോ റെഫേർഡ് ടു ആസ് ദ സ്റ്റഡി ഓഫ് അതർ കൾച്ചേഴ്സ്. മറ്റ് അതർ കൾച്ചേഴ്സിനെയും ആന്ത്രോപോളജി എന്ത് ചെയ്യുന്നുണ്ട്? റെഫർ ചെയ്യുന്നുണ്ട്. Differentiating it from sociology that was regarded by the Western people as study of their own society. അതുകൊണ്ട് ഒരുപാട് വെസ്റ്റേൺ പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ വിദേശ ജനങ്ങൾ അഥവാ വിദേശ ആന്ത്രോപോളജിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യോളജിയെ കുറിച്ച് വ്യത്യസ്ത തരത്തിലുള്ള ആശയങ്ങൾ നമ്മളിലേക്ക് പകരുന്നുണ്ട്. Thus differentiating it from sociology that was regarded by the Western peoples as study of their own society. നമ്മുടെ സമൂഹത്തെ കുറിച്ച് വെസ്റ്റേൺ പീപ്പിൾസ് ഒരുപാട് പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് 3rd പാരഗ്രാഫിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിൽ നിങ്ങൾ 3rd പാരഗ്രാഫ് എഴുതുമ്പോൾ ഈ സോഷ്യോളജിസ്റ്റുകളുടെ പേരുകൾക്ക് പ്രാധാന്യം കൊടുക്കുക. റൂസോ, ബീക്കോ, ബാരോൺ ഡി മോണ്ടസ്ക്യൂ, ജോൺ ലോക്ക്, അതേപോലെ തന്നെ പിന്നെ ആരാ ഇവിടെ നമുക്ക് പറയുന്നുണ്ട്. പിന്നെ അവിടെ മാർവിൻ ഹാരിസ്, ഇവാൻസ് പ്രിച്ചാർഡ്. അപ്പൊ ഇത്രയും ആളുകളുടെ പേരുകൾക്ക് പ്രാധാന്യം കൊണ്ട് വേണം 3rd പാരഗ്രാഫ് നിങ്ങൾ എഴുതിയെടുക്കാൻ. അപ്പൊ ഇത്രയും ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ലെക്ചർ നോട്ടിൽ എഴുതുക. 4th പാരഗ്രാഫ് എന്താ എന്ന് നമുക്ക് നോക്കാം. അപ്പോ നമ്മൾ പറഞ്ഞു നിർത്തിയത് 3rd പാരഗ്രാഫ് ആയിരുന്നു. ഇനി നമ്മൾ പറയുന്നത് 4th പാരഗ്രാഫ് ആണ്. എമർജൻസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ആന്ത്രോപോളജിയുടെ 4th പാരഗ്രാഫിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ശ്രദ്ധിച്ചോളൂ. ഇൻ ദ സെക്കൻഡ് ഫേസ് there was transition in the natural science from a static equilibrium model to a dynamic model. അതായത് സെക്കൻഡ് ഫേസ് എന്ന് മുതലാ തുടങ്ങുന്നത്? 1840 തൊട്ട്
1890 വരെയുള്ള കാലഘട്ടത്തെയാണ് ഇവിടെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് ഫേസില് ട്രാൻസിഷൻ നടക്കുന്നുണ്ട്, പരിവർത്തനം നടക്കുന്നുണ്ട്. എന്തില്? നാച്ചുറൽ സയൻസില്. നാച്ചുറൽ സയൻസില് എങ്ങനത്തെ പരിവർത്തനം നടന്നു എന്നാ പറയുന്നത്? In the second phase, 1814, 1819, there was transition in the natural science from a static equilibrium model to a dynamic model. Static equilibrium മോഡലും ഡൈനാമിക് മോഡലുമായിട്ട് നാച്ചുറൽ സയൻസ് എന്ത് ചെയ്യപ്പെട്ടു? ട്രാൻസിഷൻ ചെയ്യപ്പെട്ടു. 1840 1890 കാലഘട്ടത്തില് നാച്ചുറൽ സയൻസ് ഏതൊക്കെയായി പരിവർത്തനം ചെയ്യപ്പെട്ടു? സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം മോഡലായിട്ടും ഡൈനാമിക് മോഡലായിട്ടും പരിവർത്തനം ചെയ്യപ്പെട്ടു. ഇറ്റ് കൾമിനേഷൻ കം വിത്ത് ദ ഇൻട്രഡക്ഷൻ ഓഫ് തെർമോഡൈനാമിക് ആൻഡ് ഡാർവിനിയൻ എവല്യൂഷണറി തിയറി. തെർമോഡൈനാമിക് ആൻഡ് ഡാർവിനിയൻ എവല്യൂഷണറി തിയറി. അതിന്റെ ഭാഗമായി അപ്പൊ ഞാൻ പറഞ്ഞു 1840 1890 നാച്ചുറൽ സയൻസ് ട്രാൻസിഷൻ ചെയ്യപ്പെട്ടു. ഏതൊക്കെയായിട്ട്? സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ആയിട്ടും ഡൈനാമിക് മോഡലായിട്ടും ട്രാൻസിഷൻ ചെയ്യപ്പെട്ടു. കൂടാതെ ഏതിന്റെയൊക്കെ തുടക്കത്തിന് കാരണമായി? തെർമോഡൈനാമിക്കിനും ഡാർവിനിയൻ എവല്യൂഷണറി തിയറി പറഞ്ഞ എന്താ? ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഡാർവിനിയൻ എവല്യൂഷണറി തിയറി. ഡാർവിനിയൻ എവല്യൂഷണറി തിയറി എന്ന് പറഞ്ഞാല് ആരുടെ സിദ്ധാന്തമാണ്? നമ്മുടെ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിനെയാണ് ഇവിടെ ഡാർവിനിയൻ എവല്യൂഷണറി തിയറി. അപ്പൊ 1840 1890 കാലഘട്ടത്തിലെ നാച്ചുറൽ സയൻസ് ട്രാൻസിഷൻ ചെയ്യപ്പെടുകയും ഒരു സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം മോഡലും ഡൈനാമിക് മോഡലും രൂപം കൊള്ളുകയും അതിന്റെ ഭാഗമായി തെർമോഡൈനാമിക് ആൻഡ് ഡാർവിനിയൻ എവല്യൂഷണറി തിയറിക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. ബൈ 1817 and after a distinctive character of anthropology began to manifest itself by unifying physical anthropology, prehistory and ethnology. ethnology എന്ന വംശശാസ്ത്രം. അപ്പൊ 1870 അവസാനത്തിൽ എന്തിന്റെയൊക്കെ തുടക്കത്തിന് കാരണമായി? ഫിസിക്കൽ ആന്ത്രോപോളജിയുടെയും പ്രീ ഹിസ്റ്ററിയുടെയും എന്തനോളജിയുടെയും ഒരു തുടക്കത്തിന് കാരണമായി. 1870 കാലഘട്ടത്തിലെ ആന്ത്രോപോളജിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉയർന്നു വന്നു എന്നാ പറയുന്നത്? ഫിസിക്കൽ ആന്ത്രോപോളജിയും പ്രീ ഹിസ്റ്ററിയും എന്തനോളജിയും ഉയർന്നു വന്നത് രൂപം കൊണ്ടു എന്നാണ് ഇവിടെ പറയുന്നത്. ബൈ 1817 ആൻഡ് ആഫ്റ്റർ ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടർ ഓഫ് ആന്ത്രോപോളജി. ആന്ത്രോപോളജിയുടെ സ്വഭാവം ഏത് രീതിയിലേക്ക് മാറി? ഒരു ഫിസിക്കൽ ആന്ത്രോപോളജി ആയിട്ടും പ്രീ ഹിസ്റ്ററി ആയിട്ടും എന്തനോളജി ആയിട്ടും മാറി. ദിസ് പീരിയഡ് മാർക്ക് ദ എമർജൻസ് ഓഫ് ആന്ത്രോപോളജി ഇൻ ആൻ അക്കാഡമിക് ഡിസിപ്ലിൻ. ഈ കാലഘട്ടത്തിലാണ് ആന്ത്രോപോളജി ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ ആയിട്ട്, ഒരു അക്കാഡമിക് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ വർഷം അക്കാഡമി പറഞ്ഞാൽ എന്താ? ഓരോ വർഷം നമ്മള് പഠിത്തം നടത്തുന്നതിന് അക്കാഡമിക് ഇയർ എന്ന് പറയും. അപ്പൊ അതൊരു അക്കാഡമിക് ആയിട്ട് മാറി. ഈ കാലഘട്ടത്തിൽ ആന്ത്രോപോളജി. അപ്പൊ ഈ 1870 കാലഘട്ടത്തില് നമ്മളുടെ ആന്ത്രോപോളജിയുടെ ആവിർഭാവം എന്തിലേക്ക് നയിച്ചു? ഒരു അക്കാഡമിക് ഡിസിപ്ലിനിലേക്ക് നയിച്ചു. അക്കോർഡിംഗ് ടു കൂപ്പർ 2018 കൂപ്പർ modern discourse of anthropology crystallized in the 1815 fired by advanced in biology, philology and prehistoric archaeology. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? 2018 കൂപ്പർ 2018 1860-കളിലെ ആന്ത്രോപോളജിയെ വിശകലനം ചെയ്തു. അതിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? ബയോളജി, ഫിലോളജി, ഏതൊക്കെയാണ്? ബയോളജിയും ഫിലോളജിയും
പ്രീ ഹിസ്റ്റോറിക് ആർക്കിയോളജി ഒക്കെ ഏതിന്റെ അടിസ്ഥാനത്തിൽ 2018 ക്രിസ്റ്റലൈസ് ചെയ്തു? ആന്ത്രോപോളജിയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് 2018 കൂപ്പർ ഈ 1860 കാലഘട്ടത്തിലുള്ള പല തിയറികളും വിശകലനം ചെയ്തു. The namely physical or biological anthropology, archaeological anthropology, social or cultural anthropology, and linguistic anthropology, and some words still include psychological anthropology, come about by the later part of the 19th century through middle of the 20th century. 20ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും 20ാം നൂറ്റാണ്ടിന്റെ മധ്യ കാലഘട്ടത്തില് ഏതൊക്കെ ആന്ത്രോപോളജിയെ ബേസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ തിയറികൾ വന്നു? ഫിസിക്കൽ ഓർ ബയോളജിക്കൽ ആന്ത്രോപോളജി, ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജി, സോഷ്യൽ ഓർ കൾച്ചറൽ ആന്ത്രോപോളജി, ലിംഗ്വിസ്റ്റിക് ലിംഗ്വിസ്റ്റിക് പറഞ്ഞ ഭാഷാപരമായ നരവംശാസ്ത്രം, ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജി, അങ്ങനെ സൈക്കോളജിക്കൽ ആന്ത്രോപോളജി തുടങ്ങിയ പേരുകളിൽ ആന്ത്രോപോളജി 19ാം നൂറ്റാണ്ടിലും 20ാം നൂറ്റാണ്ടിലും 20ാം നൂറ്റാണ്ടിന്റെ മധ്യ കാലഘട്ടത്തിലും ഉയർന്നു വന്നു. അപ്പൊ ആന്ത്രോപോളജിയുടെ പല ശാഖകളും ഉണ്ട്. ഇപ്പൊ 19, 20 നൂറ്റാണ്ടുകളിലായിട്ട് ആന്ത്രോപോളജി ഏതൊക്കെ പേരുകളിൽ ഉയർന്നു വന്നു? ഫിസിക്കൽ ഓർ ബയോളജിക്കൽ ആന്ത്രോപോളജി, ആർക്കോളജിക്കൽ ആന്ത്രോപോളജി, സോഷ്യൽ ഓർ കൾച്ചറൽ ആന്ത്രോപോളജി, ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജി, സൈക്കോളജിക്കൽ ആന്ത്രോപോളജി എന്നീ പേരുകളിലൊക്കെ ആന്ത്രോപോളജി പല ശാഖകളായി ഉയർന്നു വന്നു. ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് 4th പാരഗ്രാഫിൽ വേണ്ടത്. എമർജൻസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ആന്ത്രോപോളജിയുടെ ഇതാണ് ടോപ്പിക്. ഈ ടോപ്പിക്കിന്റെ 1, 2, 3 നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു. 4, 5 ആണ് ഇപ്പൊ പറയുന്നത്. അതിന്റെ 4ാമത്തെ പാരഗ്രാഫിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ ടെസ്റ്റിൽ മാർക്ക് ചെയ്യുകയോ ചെയ്യാം. അടുത്തത് 5th പാരഗ്രാഫ്, 5ാമത്തെ പാരഗ്രാഫ് ആണ് പറയുന്നത്. The pioneers of anthropology among others include. പൈനിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? വഴികാട്ടികൾ. ആന്ത്രോപോളജിയുടെ വഴികാട്ടികളായിട്ട് ആരേനൊക്കെ അറിയപ്പെടുന്നത്? ലൂയിസ് ഹെൻറി മോർഗൻ 1880-1881, ജോൺ ഫെർഗൂസൺ മെക്കലൻ 1827-1881, 1827-1881, സർ എഡ്വേർഡ് ബർണറ്റ് ടൈലർ 1832-1917, ഫ്രാൻസ് ബോസ് 1858-1942, സർ ജെയിംസ് ജോർജ് ഫ്രാസർ 1854-1941, ആൻഡ് WHR റിവേഴ്സ്. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? ആന്ത്രോപോളജിയുടെ പൈനിയേഴ്സ് ആയിട്ടുള്ള ആന്ത്രോപോളജിസ്റ്റുകൾ ആരൊക്കെയാണ്? ലൂയിസ് ഹെൻറി മോർഗൻ കാലഘട്ടം 1880-1881, ജോൺ ഫെർഗൂസൺ മെക്കലൻ 1827-1881, സർ എഡ്വേർഡ് ബർണട്ട് ടൈലർ 1832-1917, ഫ്രാൻസ് ബോസ് 1858-1942, സർ ജെയിംസ് ജോർജ് ഫ്രാസർ 1854-1941, ആൻഡ് WHR റിവേഴ്സ്. ഇത്രയും ആളുകളാണ് ആന്ത്രോപോളജിയുടെ പൈനിയർ ആയിട്ട് അറിയപ്പെടുന്നത്. ആൻഡ് ദെൻ മോഡേൺ ആന്ത്രോപോളജി, particularly with the works of 2 outstanding ആന്ത്രോപോളജിസ്റ്റ്. ഇനി മോഡേൺ ആന്ത്രോപോളജിസ്റ്റുകളായിട്ട് അറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ബ്രോണിസ്ലാവ് മലിനോസ്കി, A.R. റാഡിക്ലിഫ് ബ്രൗൺ. ബ്രോണിസ്ലാവ് മലിനോസ്കിയും A.R. റാഡിക്ലിഫ് ബ്രൗണിനെയും മോഡേൺ ആന്ത്രോപോളജിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. മോഡേൺ ആന്ത്രോപോളജിസ്റ്റുകളായി അറിയപ്പെടുന്ന 2 പേരാണ് ബ്രോണിസ്ലാവ് മലിനോസ്കിയും A.R. റാഡിക്ലിഫ് ബ്രൗണും. അതേപോലെ തന്നെ മാലിനോസ്കി ബുക്ക്, ഈ ബ്രോണിസ്ലാവ് മാലിനോസ്കിയുടെ പ്രധാനപ്പെട്ട പുസ്തകത്തിന്റെ പേരാണ് ആർഗോനട്സ് ഓഫ് ദ വെസ്റ്റേൺ പസഫിക്. അപ്പൊ മോഡേൺ ആന്ത്രോപോളജിസ്റ്റുകൾ ആരൊക്കെയാണ്? ബ്രോണിസ്ലാവ് മലിനോസ്കിയും A.R. റാഡിക്ലിഫും. ഈ ബ്രോണിസ്ലാവ് മലിനോസ്കിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കാണ് ആർഗോനട്സ് ഓഫ് ദ വെസ്റ്റേൺ പസഫിക്. ആർഗോനട്സ് ഓഫ് ദ വെസ്റ്റേൺ പസഫിക് എന്ന 1922. അടുത്തത് A.R. റാഡിക്ലിഫ്.
AR റാഡിക്ലിഫിന്റെ പ്രധാന വർക്കാണ് ബ്രൗൺസ് ദ ആൻഡമാൻ ഐലൻഡേഴ്സ്. ബ്രൗൺസ് ദ ആൻഡമാൻ നിക്കോബാറുകളെ കുറിച്ചുള്ള വിവരണമാണ് AR റാഡിക്ലിഫിന്റെ പ്രധാന പുസ്തകം. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് നിവാസികളാണ്. അപ്പൊ ആ ദ്വീപ് നിവാസികളെ കുറിച്ച് അവിടെ നിന്ന് പഠിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം ആര് തയ്യാറാക്കി? മോഡേൺ ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള AR റാഡിക്ലിഫ് തയ്യാറാക്കി. അപ്പൊ AR റാഡിക്ലിഫിന്റെ മെയിൻ വർക്കാണ് ഏത്? ബ്രൗൺസ് ദ ആൻഡമാൻ ഐലൻഡേഴ്സ്, വർഷം 1922. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 1, 2, 3, 4, 5 5 പാരഗ്രാഫുകളാണ് നമുക്ക് എമർജൻസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ആന്ത്രോപോളജിയിൽ പഠിക്കാനുള്ളത്. 5 പാരഗ്രാഫുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ലെക്ചർ നോട്ട് എഴുതുകയോ അല്ലെങ്കിൽ ടെസ്റ്റിൽ മാർക്ക് ചെയ്യുകയോ ചെയ്യുക. ഈ ആന്ത്രോപോളജിസ്റ്റുകളുടെ പേരുകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരു ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് എടുക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി. സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിലുള്ള വ്യത്യാസമാണ്. അതെന്തായെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക്, ഈ യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോളൂ. ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി. ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി. സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മൾ സോഷ്യോളജി എന്താണെന്നും ആന്ത്രോപോളജി എന്താണെന്നും അതിന്റെ ആവിർഭാവമൊക്കെ പഠിച്ചു. അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ എഴുതാം. സോഷ്യോളജിയുടെ ആവിർഭാവവും പഠിച്ചു, ആന്ത്രോപോളജിയുടെ ആവിർഭാവവും, എമർജൻസ് ഓഫ് സോഷ്യോളജിയും പഠിച്ചു, എമർജൻസ് ഓഫ് ആന്ത്രോപോളജിയും പഠിച്ചു. അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡിഫറൻസ് എഴുതിണ്ടാക്കാം സ്വന്തമായിട്ട്. അതല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് നോക്കിക്കോളൂ, വീഡിയോയിലേക്ക് നോക്കൂ. ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി. അത് ഏകദേശം 1st, 2nd, 3rd, 4th, 5th, ഏകദേശം 5th 5 പാരഗ്രാഫോളം വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ 2 പാരഗ്രാഫാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. അപ്പൊ ഏതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണ്? സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിലുള്ള ഡിഫറൻസ്. Although the subject matter, interest, theories and methodology overlap between sociology and anthropology, there are also certain differences. അതായത് although the subject matter, interest, theories and methodology overlap between sociology and anthropology, there are also certain differences. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, സോഷ്യോളജിയും ആന്ത്രോപോളജിയും ഒരുപാട് കാര്യങ്ങളിൽ എന്തുണ്ട് എന്നാ പറയുന്നത്? ഡിഫറൻസ് ഉണ്ട്, വ്യത്യാസമുണ്ട്. എന്തിൻ്റെയൊക്കെ കാര്യത്തില്? സബ്ജക്റ്റ് മാറ്റർ, ഇൻട്രസ്റ്റ്, തിയറീസ്, മെത്തഡോളജി. സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ വിഷയപരമായ കാര്യങ്ങളിലും, ഇൻട്രസ്റ്റ് പറഞ്ഞാൽ താല്പര്യപരമായ കാര്യങ്ങളിലും, തിയറീസ് പറഞ്ഞാൽ തിയറികളുടെ കാര്യത്തിലും, മെത്തഡോളജി രീതിശാസ്ത്രത്തിന്റെ കാര്യത്തിലൊക്കെ ആരൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്? സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോ സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിൽ ഏതെല്ലാം കാര്യങ്ങളിൽ ഡിഫറൻസ് ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്? ഏതൊക്കെ കാര്യങ്ങളിലാണ് ഡിഫറൻസ് ഉള്ളത്? സോഷ്യോളജിയും ആന്ത്രോപോളജിയും പ്രധാനമായും സബ്ജക്റ്റ് മാറ്ററിന്റെ കാര്യത്തില്, ഇൻട്രസ്റ്റിന്റെ കാര്യത്തില്, തിയറീസിന്റെ കാര്യത്തില്, മെത്തഡോളജിയുടെ കാര്യത്തിലൊക്കെ സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിൽ വളരെയധികം വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. സോഷ്യോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി, whereas anthropology is the study of man and everything that concern man, including the physical and socio-cultural aspect. അതേപോലെ തന്നെ sociology is the study of society, whereas anthropology is the study of man. സോഷ്യോളജി എപ്പോഴും സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നു, എന്നാൽ ആന്ത്രോപോളജി എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? സ്റ്റഡി ഓഫ് മാൻ, മനുഷ്യനെ കുറിച്ച് പഠിക്കുന്നു. എവരിതിങ് ദാറ്റ് കൺസേൺ മാൻ, ഇൻക്ലൂഡിങ് ഫിസിക്കൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ ആസ്പെക്ട്. സോഷ്യോളജി എപ്പോഴും സൊസൈറ്റിയെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ആന്ത്രോപോളജി മനുഷ്യനെയും മനുഷ്യനുമായി ചുറ്റപ്പെട്ട ഫിസിക്കലായിട്ടും സാമൂഹികവും സാംസ്കാരികപരമായ കാര്യങ്ങളെ കുറിച്ച് ഏത് പഠിക്കുന്ന പറയുന്നത്? ആന്ത്രോപോളജി പഠിക്കുന്നു.
സോഷ്യോളജി എപ്പോഴും ഒരു സമൂഹത്തെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ആന്ത്രോപോളജി എപ്പോഴും മനുഷ്യനെ കുറിച്ചും മനുഷ്യന്റെ ചുറ്റുപാടുകളെ കുറിച്ചും മനുഷ്യന്റെ ഫിസിക്കലായിട്ടും സാമൂഹികമായിട്ടും സാംസ്കാരികപരമായിട്ടുള്ള ഘടകങ്ങളെ കുറിച്ചും കൂടി ഏത് പഠിക്കും? ആന്ത്രോപോളജി പഠിക്കുന്നു. സോഷ്യോളജി സൊസൈറ്റിയെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ ആന്ത്രോപോളജി എന്തിനൊക്കെ കുറിച്ച് പഠിക്കുന്ന പറയുന്നത്? മനുഷ്യനെ കുറിച്ചും മനുഷ്യന്റെ ചുറ്റുപാടുകളെ കുറിച്ചും ഫിസിക്കലായിട്ടും സാമൂഹികവും സാംസ്കാരികപരമായും സോഷ്യൽ കൾച്ചറായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആന്ത്രോപോളജി പഠിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ ഇൻവോൾവഡ് ആയിട്ട് വരുന്നത്. അടുത്തത് സെക്കൻഡ് പാരഗ്രാഫ്. സെക്കൻഡ് പാരഗ്രാഫിൽ എന്താ പറയുന്നത് നോക്കാം. എ നോട്ടബിൾ ഡിഫറൻസ് ബിറ്റ്വീൻ sociology and anthropology can be traced through historical route. നോട്ടബിൾ ഡിഫറൻസ്, സോഷ്യോളജിയുടെയും ആന്ത്രോപോളജിയുടെയും വ്യത്യാസം എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നാ പറയുന്നത്? ഹിസ്റ്റോറിക്കൽ, ചരിത്രപരമായ വേരുകളിലൂടെയാണ്. റൂട്ട് പറഞ്ഞ വേറെ. ഇപ്പൊ സോഷ്യോളജിയുടെയും ആന്ത്രോപോളജിയുടെയും ഡിഫറൻസ് എന്ന് പറയുന്നത് ഏത് രീതിയിലൂടെയാണ്? ചരിത്രപരമായ വേരുകളിലൂടെയാണ്. ആന്ത്രോപോളജി ഈസ് ജനറലി കൺസിഡർഡ് ടു ഹാവ് നോ റൂട്ട് ഇൻ ഫിലോസഫി വൈൽ ഫോർമർ ആസ് ശർണ. ശരണ പറയാണ് ആന്ത്രോപോളജി ഒരിക്കലും ഏതിൽ വേരൂന്നില്ല? ഫിലോസഫിയിൽ വേരൂന്നിയതല്ല. ആന്ത്രോപോളജി ഈസ് ജനറലി കൺസിഡർഡ് ടു ഹാവ് നോ റൂട്ട്സ് ഇൻ ഫിലോസഫി. ഒരിക്കലും ഒരു ഫിലോസഫിയിലേക്ക് ആര് വരുന്നില്ല? ആന്ത്രോപോളജി വരുന്നില്ല. അതാരുടെ അഭിപ്രായ? ശരണ, 1983. While the emergence of sociology can be mainly attributed to the attempt to bring about social order in the society can be mainly attributed to the attempt to bring about society can be mainly social order in the society. അപ്പൊ അവിടെ എന്താ പറയുന്നത്? എമർജൻസ് ഓഫ് സോഷ്യോളജി ക്യാൻ ബി മെയിൻലി അട്രിബ്യൂട്ടഡ് ടു അറ്റംപ്റ്റ് ടു ബ്രിങ് അബൌട്ട് സോഷ്യൽ ഓർഡർ. അത് 2 വട്ടം അവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ലൈന് 2 വട്ടം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു വട്ടം മതി. ഇവിടെ ശ്രദ്ധിക്കുക. While the emergence of sociology can be mainly, സോഷ്യോളജിയുടെ ആവിർഭാവം എന്ന് പറയുന്നത് എങ്ങനെയാണ്? attributed to attempt to bring about social order in the society. social order in the society. സാമൂഹിക നിർദ്ദേശവുമായി ബന്ധപ്പെട്ടാണ് ഏതിന്റെ ആവിർഭാവം? സോഷ്യോളജിയുടെ ആവിർഭാവം. While the emergence of sociology can be mainly attributed to attempt to bring about social order in the society. അതായത് ഒരു സോഷ്യൽ ഓർഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഏതിന്റെ ആവിർഭാവം? സോഷ്യോളജിയുടെ ആവിർഭാവം. അപ്പോൾ while the emergence of sociology can be mainly attributed to the attempt to bring about social order in the society. സോഷ്യൽ ഓർഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സോഷ്യോളജിയുടെ ആവിർഭാവം. After the great social transformation brought about Industrial Revolution and French Revolution influenced the emergence of anthropology. ആന്ത്രോപോളജിയെ എന്തൊക്കെയാ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്? ഫ്രഞ്ച് റവല്യൂഷനും ഇൻഡസ്ട്രിയൽ റവല്യൂഷനും. ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷനും ഇൻഡസ്ട്രിയൽ വ്യാവസായിക വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവവും ഏതിനെ സ്വാധീനിച്ചിട്ടുണ്ട്? ആന്ത്രോപോളജിയെ സ്വാധീനിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഫ്രീഡം, അതേപോലെ തന്നെ ഇക്വാലിറ്റി, ഫ്രറ്റേർണിറ്റി. ഫ്രീഡം, ഫ്രറ്റേർണിറ്റി, ഇക്വാലിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഓരോ മനുഷ്യനിലേക്കും ഉയർന്നു വന്നത് ഏത് റവല്യൂഷനിലൂടെയാണ്? ഫ്രഞ്ച് റവല്യൂഷനിലൂടെയാണ്. അപ്പൊ ഈ ഫ്രഞ്ച് റവല്യൂഷനും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനും ഏതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ആന്ത്രോപോളജിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സോഷ്യോളജിയെ ഇൻഫ്ലുവൻസ് ചെയ്തത് സോഷ്യൽ ഓർഡർ ആണെങ്കിൽ ആന്ത്രോപോളജിയെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് റവല്യൂഷനും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനുമാണ്. It was indirect influence through the opening upon the European society and steady pre-literate society. യൂറോപ്യൻ സമൂഹവും
ഇറ്റ് വാസ് ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ? യൂറോപ്യൻ സമൂഹവും അതേപോലെ തന്നെ യൂറോപ്യൻ സമൂഹത്തിന്റെ ലിറ്ററേച്ചറും ഇൻഡയറക്റ്റ് ആയിട്ട് ആന്ത്രോപോളജിയെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? സോഷ്യോളജിയുടെ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി ക്യാൻ ബി ട്രേസ്ഡ് ടു ഹിസ്റ്റോറിക്കൽ റൂട്ട്. A notable difference between sociology and anthropology can be traced through historical route. അതായത് സോഷ്യോളജിയും ആന്ത്രോപോളജിയുടെയും ചരിത്രപരമായ വേരുകളിൽ വ്യത്യാസമുണ്ട്. ആന്ത്രോപോളജി ഈസ് ജനറലി കൺസിഡർഡ് ടു ഹാവ് നോ റൂട്ട് ഇൻ ഫിലോസഫി. ഒരിക്കലും ആന്ത്രോപോളജി ഒരു ഫിലോസഫിയിൽ ഊന്നിയതല്ല. എന്നാൽ സോഷ്യോളജിയുടെ ആവിർഭാവം എന്തിൽ നിലനിൽക്കുന്നു? സോഷ്യൽ ഓർഡറുമായി നിലനിൽക്കുന്നു. എന്നാൽ ആന്ത്രോപോളജി എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ആന്ത്രോപോളജിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഇൻഡസ്ട്രിയൽ റവല്യൂഷനും ഫ്രഞ്ച് റവല്യൂഷനും ആന്ത്രോപോളജിയെ സ്വാധീനിക്കുന്നു. It was direct influence through the opening up of the European society and study the pre-literature society. അതായത് യൂറോപ്യൻ സൊസൈറ്റിയുടെ പ്രീ ലിറ്ററേച്ചർ സൊസൈറ്റിയും ഹിസ്റ്റോറിക് പരമായിട്ടുള്ള ചരിത്രപരമായ കാര്യങ്ങളും ഇൻഡയറക്റ്റ് ആയിട്ട് ആന്ത്രോപോളജിയെ സ്വാധീനിച്ചിരുന്നു. It was indirect influence through opening of the European society, study pre-literature society. On the existence of the, according to Merriam-Webster dictionary, the word anthropology dates back to the late 15th century. മെറിയം-വെബ്സ്റ്ററിന്റെ അഭിപ്രായത്തിലെ ആന്ത്രോപോളജി എന്ന വേർഡ് 16-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചിട്ടുണ്ട്. മെറിയം-വെബ്സ്റ്ററിന്റെ അഭിപ്രായത്തിലെ ആന്ത്രോപോളജി എന്ന ആ വേർഡ്, ഡിക്ഷണറിയിൽ നിലനിൽക്കുന്ന ആന്ത്രോപോളജി, നരവംശാസ്ത്രം എന്ന വേർഡ് എന്നു മുതൽ ആരംഭിച്ചു? 16-ാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ആന്ത്രോപോളജി said to have appeared first time in the year 1805. എന്നാല് MC ഗീയും വാംസും പറയുന്നത് ആന്ത്രോപോളജി എന്ന പദം ആദ്യമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് 1805-ലാണ്. പക്ഷെ ഇവിടെ അക്കോർഡിംഗ് ടു മെറിയം വെബ്സ്റ്റർ പറയുന്നത് 16-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ആന്ത്രോപോളജി എന്ന പദം ഡിക്ഷണറിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ MC ഗീയും വാംസും എന്താണ് പറയുന്നത്? MC ഗീയും വാംസും എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? MC ഗീ ആൻഡ് വാംസ് പറയാണ് ആന്ത്രോപോളജി എന്ന പദം 1805 മുതലാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. സോഷ്യോളജി വാസ് കോയിൻഡ് സംവാട്ട് ലേറ്റർ ഇൻ 1838. സോഷ്യോളജി എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണ്? 1838 മുതലാണ്. 38ന്റെ അവസാനം തൊട്ടിട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ സെക്കൻഡ് പാരഗ്രാഫിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫിലെയും സെക്കൻഡ് പാരഗ്രാഫിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. തേർഡ് പാരഗ്രാഫും ഫോർത്ത് പാരഗ്രാഫും ഫിഫ്ത്ത് പാരഗ്രാഫും എന്താ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ കുട്ടികളെ, ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജിയിലെ തേർഡ് പാരഗ്രാഫാണ് ഇനി നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഫസ്റ്റും സെക്കൻഡും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ തേർഡ് പാരഗ്രാഫിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വ്യക്തമാക്കുന്നത് എന്ന് പരിശോധിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജിയിലെ തേർഡ് പാരഗ്രാഫ്. ദ ഒറിജിനൽ ഫോക്കസ് ഓഫ് ദ ഏരിയാസ് ഓഫ് ഇന്റർസെക്റ്റ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി. സോഷ്യോളജീനെയും ആന്ത്രോപോളജീനെയും വേണമെങ്കിൽ എങ്ങനെ വിളിക്കാം? സോഷ്യോ കൾച്ചറൽ എന്ന് പറയാം. Has been of the main factors of divergence. അപ്പോ സോഷ്യോളജി ഇവിടെ ഒറിജിനൽ ഫോക്കസ് ഓഫ് ദ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ സോഷ്യോളജിയുടെയും ആന്ത്രോപോളജിയെയും നമ്മൾ ഒറിജിനൽ ആയിട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയാണ് എന്നാ പറയുന്നത്? അതിന്റെ മെയിൻ ഫാക്ടേഴ്സ് ഓഫ് ഡൈവേർജൻ. അതിന്റെ എല്ലാ ഫാക്ടേഴ്സും എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ സോഷ്യോ കൾച്ചറൽ എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ദ ഒറിജിനൽ ഫോക്കസ് ഓഫ് ദ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി. സോഷ്യോളജീനെയും ആന്ത്രോപോളജീനെയും വേണമെങ്കിൽ സോഷ്യോ എന്നും കൾച്ചറൽ എന്നും പറയാം.
അവ എങ്ങനെയാണ് എന്നാ പറയുന്നത്? ഇതിന്റെ എല്ലാ ഫാക്ടേഴ്സും എങ്ങനെയാണ്? ഡൈവേർജൻസ് ആണ്, വ്യത്യസ്തവും അവ എല്ലാ ഭാഗങ്ങളിലും എന്തുണ്ട്? നിലനിൽക്കുന്നുമുണ്ട്. സോഷ്യോളജിയുടെയും ആന്ത്രോപോളജിയുടെയും എല്ലാ ഫാക്ടേഴ്സും ഡൈവേർജൻസ് ആണ്. ഡൈവേർജൻസ് ആണ് പറഞ്ഞാൽ വ്യത്യസ്തമാണ്, ഡൈവേഴ്സിഫൈഡ് ആണ്, വൈവിധ്യമാണ്. Sociology began with the focal interest with the study of society as a generalizing social science. Sociology began with the focal interest with the study of society. Sociology എപ്പോഴും താല്പര്യപ്പെടുന്നത് സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാനാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? സോഷ്യൽ സയൻസിനെയും സൊസൈറ്റിയെയും കുറിച്ച് പഠിക്കാനാണ് സോഷ്യോളജി ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ സോഷ്യോളജി, സമൂഹശാസ്ത്രം എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ്? സമൂഹത്തെ കുറിച്ച് പഠിക്കാൻ. സൊസൈറ്റിയെ കുറിച്ച് പഠിച്ചുകൊണ്ടൊരു സമൂഹശാസ്ത്രത്തിന് രൂപം കൊടുക്കാനാണ് സോഷ്യോളജി ഫോക്കസ് ചെയ്യുന്നത്. സോഷ്യോളജി ഫോക്കസ് ചെയ്യുന്നത് സൊസൈറ്റിയെ കുറിച്ച് പഠിച്ചുകൊണ്ട് ഒരു സോഷ്യൽ സയൻസിന് രൂപം കൊടുക്കുക എന്നതാണ് സോഷ്യോളജി ഫോക്കസ് ചെയ്യുന്നത്. Particularly with focus on a larger societal context to explain social phenomena. സാമൂഹിക പ്രതിഭാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിവിടെ സോഷ്യോളജി എന്ത് ചെയ്യുന്നത്? ഓരോ കാര്യങ്ങളും ഫോക്കസ് ചെയ്യുന്നത്. സോഷ്യൽ ഫിനോമിനയുമായി ബന്ധപ്പെടുത്തി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് സോഷ്യോളജി എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്യുന്നത്. It focus on the study of industrialized society. അങ്ങനെ സോഷ്യോളജി ഫോക്കസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലേക്ക് അത് എത്തുന്നുണ്ട് എന്നാ പറയുന്നത്? ഫോക്കസ് ഓൺ ദ സ്റ്റഡി ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. വ്യവസായിക സമൂഹത്തെയും അതേ മോഡേൺ സൊസൈറ്റിയെയും ഒക്കെ സോഷ്യോളജി എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യോളജി സ്റ്റഡി നടത്തുമ്പോൾ പരിഗണിക്കുന്നുണ്ട്. അപ്പൊ സോഷ്യോളജിയുടെ പഠനത്തിൽ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്, സാമൂഹിക പ്രതിഭാസത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് ഫോക്കസ് ഓൺ ദ സ്റ്റഡി, അതിന്റെ പഠനം എന്തിലെല്ലാം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്? ഇൻഡസ്ട്രിയലൈസ്ഡ് സൊസൈറ്റി, വ്യവസായിക സമൂഹത്തെയും മോഡേൺ സൊസൈറ്റിയെയും അത് പരിഗണിക്കുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ ആന്ത്രോപോളജി. അപ്പൊ ഇതിലൊക്കെ നമ്മൾ പറഞ്ഞത് സോഷ്യോളജിയെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെയൊക്കെ പറഞ്ഞു പോരുന്നത് സോഷ്യോളജിയെ കുറിച്ചാണ്. ഇനി നമ്മൾ പറയുന്നത് ആന്ത്രോപോളജിയെ കുറിച്ചാണ്. ആന്ത്രോപോളജി വാസ് ദ സ്റ്റഡി ഓഫ് ദ അതർ എക്സോട്ടിക് കമ്മ്യൂണിറ്റി ദാറ്റ് ആർ നോൺ യൂറോപ്യൻ ആൻഡ് നോൺ വെസ്റ്റേൺ സൊസൈറ്റി. ആന്ത്രോപോളജി പഠനം നടത്തുന്നത് ഏതൊക്കെ കമ്മ്യൂണിറ്റികളെ കുറിച്ചാണ്? നോൺ യൂറോപ്യൻ അല്ലാത്തവരെയും നോൺ വെസ്റ്റേൺ സൊസൈറ്റി അല്ലാത്തവരെയും കുറിച്ചാണ് ആന്ത്രോപോളജി പഠനം നടത്തുന്നത്. Anthropology was the study of the other exotic community. പറഞ്ഞാല് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കുറിച്ചാണ് ആന്ത്രോപോളജി പഠനം നടത്തുക. അതുകൊണ്ട് യൂറോപ്യനെയും അല്ല നോൺ വെസ്റ്റേൺ സൊസൈറ്റിയും അടങ്ങുന്ന ഒരു അതർ കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് ആന്ത്രോപോളജി പഠനം നടത്തുന്നത്. എന്നാൽ സോഷ്യോളജി പഠനം നടത്തുന്നത് ഇൻഡസ്ട്രീനെയും മോഡേൺ സൊസൈറ്റീനെയും കുറിച്ചാണെങ്കിൽ ആന്ത്രോപോളജി പഠനം നടത്തുന്നത് അതർ എക്സോട്ടിക് കമ്മ്യൂണിറ്റികളെ കുറിച്ചാണ്. ആന്ത്രോപോളജി പഠനം നടത്തുന്നത് ഒരു അതർ എക്സോട്ടിക് കമ്മ്യൂണിറ്റിയാണ്. അത് നോൺ യൂറോപ്യൻ ആൻഡ് നോൺ വെസ്റ്റേൺ സൊസൈറ്റി ആണ് എന്നാണ് അവിടെ പറയുന്നത്. Their focus and practice was on the study of simple, small scale and pre-literate society suited outside Europe and Western society. അതേപോലെ തന്നെ ഇത് പഠനം ഈ സോഷ്യോളജി ആയാലും ആന്ത്രോപോളജി ആയാലും അതിന്റെ പഠനം, ആന്ത്രോപോളജിയുടെ പഠനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? സിമ്പിൾ, ലളിതവും, സ്മാൾ സ്കെയിൽ, ചെറിയ തോതും, പ്രീ ലിറ്ററേറ്റ് സൊസൈറ്റി. അപ്പോ ആന്ത്രോപോളജി പഠനം സമൂഹത്തെ കുറിച്ച് പഠനം നടത്തുമ്പോൾ ആന്ത്രോപോളജിയുടെ പഠനം സിമ്പിൾ ആയിരിക്കും, സ്മാൾ സ്കെയിൽ ആയിരിക്കും, പ്രീ ലിറ്ററേറ്റ് സൊസൈറ്റി ആയിരിക്കും. ഔട്ട്സൈഡ് യൂറോപ്യൻ ആൻഡ് വെസ്റ്റേൺ സൊസൈറ്റി, യൂറോപ്യൻ അല്ലാത്ത സമൂഹത്തെ കുറിച്ചാണ് ആന്ത്രോപോളജി പഠനം നടത്തുന്നത്. അപ്പൊ ആന്ത്രോപോളജിയുടെ പഠനം സിമ്പിൾ ആയിരിക്കും, സ്മാൾ സ്കെയിൽ ആയിരിക്കും, പ്രീ ലിറ്ററേച്ചർ ആയിരിക്കും. ആരേനെ കുറിച്ചാണ് പഠനം നടത്തുന്നത്? ഔട്ട്സൈഡ് യൂറോപ്പ് ആൻഡ് വെസ്റ്റേൺ സൊസൈറ്റി.
അടുത്ത ഇതായി പറയണേ 20th century when anthropologists have expanded their field studies to modern and urban society. 20ാം നൂറ്റാണ്ട് മുതൽ ആന്ത്രോപോളജി എന്തിനെ കുറിച്ചും പഠനം നടത്താൻ തുടങ്ങി? മോഡേൺ ആൻഡ് അർബൻ സെറ്റിംഗ്, ആധുനികവും നഗരപരമായ കാര്യങ്ങളെ കുറിച്ച് 20ാം നൂറ്റാണ്ട് മുതൽ ആന്ത്രോപോളജി പഠനം നടത്താൻ തുടങ്ങി. 20ാം നൂറ്റാണ്ട് മുതൽ ആന്ത്രോപോളജി മോഡേൺ, ആധുനികവും പിന്നെ എങ്ങനെയാണ് ആധുനികവും അർബൻ, നാഗരികവുമായ കാര്യങ്ങളെ കുറിച്ച് 20ാം നൂറ്റാണ്ട് മുതൽ ആന്ത്രോപോളജി സ്റ്റഡി പഠനം നടത്തിയിരുന്നു. Sociologists have also ventured out to the studies of rural and simple society. അതുകൊണ്ട് തന്നെ sociologists have also ventured out to the studies of rural and simple society. സോഷ്യോളജി ഗ്രാമീണ മേഖലയെ കുറിച്ചും സിമ്പിൾ സൊസൈറ്റി, സിമ്പിൾ ലളിതമായ സമൂഹത്തെ കുറിച്ചും ആരും പഠനം നടത്തുന്നുണ്ട്? സോഷ്യോളജിയും പഠനം നടത്തുന്നുണ്ട്. 20ാം നൂറ്റാണ്ട് മുതൽ ആന്ത്രോപോളജി മോഡേൺ ആയിട്ടും അർബൺ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠനം നടത്തുമ്പോൾ സോഷ്യോളജി എന്താ ചെയ്തിരുന്നത്? ഗ്രാമീണ മേഖലയെ കുറിച്ചും സിമ്പിൾ സൊസൈറ്റി, ലളിത സമൂഹത്തെ കുറിച്ചുമാണ് സോഷ്യോളജി പഠനം നടത്തിയത്. അതാണ് ഇത്രയും കാര്യങ്ങള് 3rd പാരഗ്രാഫിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി നമ്മൾക്ക് അതിലെ 4th പാരഗ്രാഫിൽ എന്താ പറയാനുള്ളത് നോക്കിക്കോളൂ. The other distinction between sociology and socio-cultural anthropology can be located in its methodology, particularly methods and technique of research. സോഷ്യോളജി ആൻഡ് സോഷ്യൽ കൾച്ചറൽ ആന്ത്രോപോളജി, സോഷ്യോളജിയും സാമൂഹിക സാംസ്കാരിക ആന്ത്രോപോളജിയും തമ്മിൽ എന്തൊക്കെ കാര്യങ്ങളില് വ്യത്യാസം വരാം എന്നാ പറയുന്നത്? മെത്തഡോളജിയിലും രീതിശാസ്ത്രത്തിലും, പാർട്ടിക്കുലാർലി മെത്തേഡ് വ്യത്യസ്തമായ മെത്തേഡുകളിലും, ടെക്നിക് ഓഫ് റിസർച്ച് ഗവേഷണത്തിന്റെ ടെക്നിക്കിലൊക്കെ എന്ത് വരാം? മാറ്റം, വ്യത്യാസം വരാം. The other distinction between sociology and സോഷ്യോ കൾച്ചറൽ ആന്ത്രോപോളജി, സോഷ്യോളജിയും സോഷ്യോ കൾച്ചറൽ ആന്ത്രോപോളജിയും തമ്മിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഡിഫറൻസ് വരുന്നത്? മെത്തഡോളജി ആയിട്ടും, പാർട്ടിക്കുലാർലി മെത്തേഡ്സ്, ടെക്നിക് ഓഫ് റിസർച്ച് ആയിട്ടും മെത്തഡോളജി ആയിട്ടും സോഷ്യോളജിയും സോഷ്യോ കൾച്ചറൽ ആന്ത്രോപോളജിയും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത്. സോഷ്യോളജിസ്റ്റ് ലാർജ്ലി എംപ്ലോയി ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക് ഓഫ് റിസർച്ച്. സോഷ്യോളജി എപ്പോഴും എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിനും ടെക്നിക് ഓഫ് റിസർച്ചിനുമാണ് സോഷ്യോളജി ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. സോഷ്യോളജി എപ്പോഴും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിനും ടെക്നിക് ഓഫ് റിസർച്ചിനുമാണ് ഇവിടെ സോഷ്യോളജി ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. ഒരു സോഷ്യോളജിസ്റ്റ് ലാർജ്ലി എംപ്ലോയി quantitative method like questionnaires of research data and subsequent analysis of the data with the help of statistical technique. ഒരു സോഷ്യോളജിസ്റ്റ് എപ്പോഴും വിവരങ്ങൾ ശേഖരിക്കുന്നത് എന്തിന്റെ സഹായത്തോടെയാണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് പറഞ്ഞാൽ എന്താണ്? വിവര കണക്കുകളുടെ മെത്തേഡുകൾ, ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഒരു സോഷ്യോളജിസ്റ്റ് എപ്പോഴും വിവരങ്ങൾ, ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഏതിന്റെ സഹായത്തോടെയാണ്? ഡാറ്റ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക്. സോഷ്യോളജിസ്റ്റ് എപ്പോഴും ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകൾ യൂസ് ചെയ്തുകൊണ്ടാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിന്റെ സഹായത്തോടെയാണ്. ആന്ത്രോപോളജി ബിഗാൻ ആസ് ഫീൽഡ് ബേസ്ഡ് സയൻസ്. ആന്ത്രോപോളജി എപ്പോഴും ഒരു ഫീൽഡിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിവരം ശേഖരിക്കുക.
ഫീൽഡ് പറഞ്ഞാൽ നമ്മള് ഏത് ഫലത്തിന്റെ വിവരമാണോ നമുക്ക് ആവശ്യിച്ച ആ ഫീൽഡിൽ പോയി അവിടെ താമസിച്ചുകൊണ്ടാണ് ഒരു ആന്ത്രോപോളജിസ്റ്റ് വിവരങ്ങൾ ശേഖരിക്കുക. അതുകൊണ്ടാണ് എന്ത് പറയാനുള്ള കാരണം, ആന്ത്രോപോളജി ബിഗാൻ ആസ് എ ഫീൽഡ് ബേസ്ഡ് സയൻസ്. ആന്ത്രോപോളജി വിവരം ശേഖരിക്കുന്നത് ഫീൽഡിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആന്ത്രോപോളജിസ്റ്റ് ലാർജ്ലി യൂസ് ക്വാളിറ്റേറ്റീവ് മെത്തേഡാ. സോഷ്യോളജിസ്റ്റ് ആവുമ്പോ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ആയിരിക്കും, എന്നാൽ ആന്ത്രോപോളജിസ്റ്റ് ആയിരിക്കുമ്പോ ക്വാളിറ്റി പറഞ്ഞ ഗുണമേന്മ, ക്വാണ്ടിറ്റി പറഞ്ഞ അളവ്. സോഷ്യോളജിസ്റ്റ് എപ്പോഴും വിവരം ശേഖരിക്കുക ക്വാണ്ടിറ്റി അളവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെങ്കിൽ ആന്ത്രോപോളജിസ്റ്റ് എപ്പോഴും വിവരങ്ങൾ ശേഖരിക്കുക ഗുണമേന്മയെ അളവ് മാത്രമല്ല ഗുണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആന്ത്രോപോളജിസ്റ്റ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഒരു ഫീൽഡിനെ ബേസ് ചെയ്യുക, ആന്ത്രോപോളജിസ്റ്റ് വിവരം ശേഖരിക്കാൻ ഒരു ഫീൽഡിനെ ബേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആന്ത്രോപോളജിസ്റ്റ് ഇവിടെ ഏത് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്, ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ അലോങ് വിത്ത് അതർ മെത്തേഡ് ആൻഡ് ടെക്നിക്ക്. അപ്പോൾ ഓരോ പാർട്ടിസിപ്പേഷനെയും നിരീക്ഷിക്കുന്നതിന് വേണ്ടി ആന്ത്രോപോളജിസ്റ്റ് ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ് വിവരം ശേഖരിക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ സോഷ്യോളജിസ്റ്റ് വിവരശേഖരണത്തിന് വേണ്ടിയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുമാണ് ഉപയോഗിക്കുന്നത്. സോഷ്യോളജിസ്റ്റ് വിവരശേഖരണത്തിന് വേണ്ടിയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആന്ത്രോപോളജിസ്റ്റ് വിവരം ശേഖരിക്കാൻ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് അതേപോലെ തന്നെ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്കുമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജിയിൽ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ബോർഡിൽ എഴുതിയിട്ട കാര്യങ്ങൾ ലെക്ചർ നോട്ടായിട്ട് എഴുതിയെടുത്തിട്ട് എല്ലാ ഭാഗവും എല്ലാ ടോപ്പിക്കും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ 3rd ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പൊ ഈ ക്ലാസ്സിന്റെ ഒക്കെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ നോട്ട് എഴുതാൻ ശ്രദ്ധിക്കണം. ഓക്കെ.